ഇതിൽ വളരെ കൃത്യമായ വിധി ഉണ്ടായതാണോ ചിലരെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്? അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഈ സംഭവം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാം, നമുക്കറിയാമല്ലോ, കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അറിയാം. ഞാൻ ആ വീട്ടിൽ അതിന് ശേഷവും പോയിട്ടുണ്ട്. ഇപ്പോഴും വിധി വന്ന ഉടനെ തന്നെ കുട്ടിയുടെ കാരണവർ എന്നെ വിളിച്ചു. അതായത് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഇത്തരം കേസുകളിലെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ്, ദ്രോഹിക്കപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ തന്നെ ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യുമ്പോഴും ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് വിഷമമില്ലാത്ത രീതി അവരത് പറയണം നടന്നിട്ടുള്ള സംഭവം എന്താണെന്ന്. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അതിനാണല്ലോ കൗൺസിലർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്, അങ്ങനെ ചോദിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ലേശം വിഷമം ഉണ്ടാകുന്നു എന്ന നിലയിൽ പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടാകരുത്, അത് പോലീസ് ശ്രദ്ധിക്കണമെന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ കൗൺസിലർമാരെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് പിന്നെ അതിനായിരിക്കും പരാതി. കൗൺസിലർമാർ ചോദ്യം ചെയ്യണമല്ലോ. ഒരു ചോദ്യവും നിങ്ങൾ ചോദിക്കരുത് എന്നൊന്നും പറയാൻ വനിതാ ശിശു വികസന മന്ത്രിക്കൊന്നും അവകാശമില്ല. നമ്മളത് പോലീസിൻ്റെ ശ്രദ്ധയിലാണ് പെടുത്തുക. എല്ലാ വിവരവും കിട്ടണം. പക്ഷേ അത് ചോദിക്കുമ്പോൾ കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രയാസമില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിക്കണം. അത് പറഞ്ഞിട്ടുണ്ട് പോലീസിനോട്, പോലീസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വിവരങ്ങളെല്ലാം കിട്ടിയാലല്ലേ കോടതിക്ക് ശിക്ഷിക്കാൻ സാധിക്കുക. എന്തൊക്കെയാണ് ദ്രോഹം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരം കുട്ടിയിൽ നിന്ന് ശേഖരിക്കണമല്ലോ. അത് കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ അടുത്ത് ഒരുപാട് പരാതി അവർ തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം, ഓരോ ഘട്ടത്തിലും തരുന്നുണ്ട്. ആ തരുമ്പോഴെല്ലാം പോലീസിൽ ബന്ധപ്പെടുകയാണ്. കൗൺസിലർമാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതല്ലാതെ നമുക്ക് വേറെന്താ പറയാൻ സാധിക്കുക? അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നീട് അതിന് ശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പിന്നീട് അങ്ങനെ ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇല്ല, നടപടിയല്ല. നിങ്ങളെന്താ ചോദിക്കുന്നത്? ഒരു കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പം കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്താ പറയുക പോലീസിനോട്? കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യണം. കൗൺസിലർ നിശ്ചയിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? കൗൺസിലർ ഉണ്ടെങ്കിലല്ലേ കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ചോദ്യം ചെയ്യേണ്ട രീതിയൊന്നും ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള പല കേസുകളും ഉണ്ടായിട്ടുള്ളതാണല്ലോ. കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കിട്ടണം. പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ കേസ് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളത് പോലീസിനോട് പറഞ്ഞു. ആ പോലീസിനോട് പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് പരാതിയൊന്നും വന്നിട്ടില്ല. എനിക്കതിനകത്ത് നടപടി ശുപാർശ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നുണ്ടാവില്ല. അത് പോലീസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതിയാണെങ്കിൽ എൻ്റെ പേരോ മന്ത്രിയുടെ പേരോ ഒന്നും എടുത്തുകൊണ്ടല്ല, മന്ത്രിക്കൊരു പരാതി കൊടുത്തിരുന്നു ചില കൗൺസിലർമാരെ കുറിച്ച് എന്ന് പറഞ്ഞിരുന്നു. കോടതി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടപടി വേണമെന്നുള്ള ആലോചിക്കേണ്ടത് പോലീസാണ്. എനിക്കതിൻ്റെ അകത്ത് വനിതാ ശിക്ഷാ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാവുന്നത് പോലീസിൻ്റെ ശ്രദ്ധയപ്പെടുത്തലാണ്. ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കേസന്വേഷണം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അത് മുഴുവൻ കുട്ടിയെ ദ്രോഹിച്ച രീതി മനസ്സിലാക്കി രേഖപ്പെടുത്തിയതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇത്ര കടുത്ത ശിക്ഷ ഈ കുറ്റവാളിക്ക് കിട്ടാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും നന്നായി മുഴുവൻ സമയവും ഈ കുട്ടിയുടെ പീഡകന് ശിക്ഷ കിട്ടണം എന്ന് അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും മഹിളാ അസോസിയേഷൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലിന് സാർത്ഥകമായി ഇടപെടൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും. ഇപ്പോൾ നല്ല ശിക്ഷാപ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നില്ലേ? ചില കേസുകളെല്ലാം അങ്ങനെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിധി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടില്ലേ കോടതിയിൽ നിന്ന്? ഇതിൽ വളരെ കൃത്യമായ വിധി ഉണ്ടായതാണോ ചിലരെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്? അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഈ സംഭവം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാം, നമുക്കറിയാമല്ലോ, കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അറിയാം. ഞാൻ ആ വീട്ടിൽ അതിന് ശേഷവും പോയിട്ടുണ്ട്. ഇപ്പോഴും വിധി വന്ന ഉടനെ തന്നെ കുട്ടിയുടെ കാരണവർ എന്നെ വിളിച്ചു. ടീച്ചറൊക്കെ നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ട് ആശ്വാസകരമായ വിധി ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ ആർക്കാണ് കുഴപ്പം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കരുതി കൂട്ടിയിട്ടുള്ള ചില ദുഷ്ടലാക്കോട് കൂടിയ പ്രചരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ലേ. അവിടെ ആ കുട്ടിയുടെ കുടുംബത്തിനും അറിയാം എത്രമാത്രം ഈ സംഭവത്തിൽ
കുടുംബത്തിനെ പോലെ തന്നെ ഞാനും കുറ്റവാളിക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും അതിന് എത്ര നന്നായിട്ടാണ് ഇടപെട്ടത് എന്നുള്ള കാര്യവും കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോഴും അറിയാം. എനിക്ക് പറയാൻ കഴിയില്ല ആരാണെന്ന് നിങ്ങളെല്ലാം കണ്ടുപിടിക്കും. മാധ്യമങ്ങൾ കേട്ടില്ലേ, മീഡിയ വണ്ണാണ് ഇപ്പോൾ തുടക്കം കുറിച്ചത്. ആരാന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏതോ ദുഷ്ടബുദ്ധികളാണ്, തീരെ ശരിയല്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ്, അത്രയേ പറയാൻ പറ്റുള്ളൂ. ആരാന്നറിയുമെങ്കിൽ ഞാനിപ്പം പേരെടുത്ത് പറയില്ലേ. കേട്ടില്ലേ, ഒരേ സെറ്റ് ആളുകളുടെ കമൻ്റാണ് ഈ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വാട്സപ്പ് പേജിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരേ ആളുകളാണെന്ന് തോന്നുന്നു. അവർ ചിലപ്പോൾ ഫോൾസ് ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും കമൻ്റ് ഇടാം. അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഇതൊന്നും അല്ലല്ലോ നാട്ടിലെ ജനങ്ങൾ. നിങ്ങളിങ്ങനെയുള്ള കുറച്ച് കാര്യം പ്രചരിപ്പിച്ചാൽ അതൊക്കെ നിലനിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ നാട്ടിലെ നമ്മളെല്ലാം നടത്തുന്ന സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്കെല്ലാം പ്രചരിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് 100% സംതൃപ്തി ഈ കേസന്വേഷണത്തിലും കോടതി വിധിയിലും ഉണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. കുട്ടീൻ്റെ കുടുംബത്തിനും അതുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹം വിധി വന്ന ഉടനെ എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. വിളിച്ചിട്ട് ആ സന്തോഷം പങ്കുവെച്ചു.